ജയിൽ ചാടിയ സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമി പിടിയിലായി. കണ്ണൂർ തളാപ്പിൽ നിന്നാണ് പ്രതി പിടിയിലായത് കിണറ്റിൽ നിന്നും. ഗോവിന്ദചാമിയെ ശനിയാഴ്ച വിയൂർ ജയിലിലേക്ക് മാറ്റും. ഗോവിന്ദചാമി ജയിൽ ചാടിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിന് ശേഷം. മാസങ്ങളായി ഗോവിന്ദചാമി ജയിലിൽ ചോറ് കഴിച്ചില്ല. ട്രിപ്പർ ജയാനന്ദന്റെ ജയിൽ ചാട്ടമാണ് മാതൃകയാക്കിയതെന്ന് ഗോവിന്ദചാമിയുടെ മൊഴി. ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ ജയിലിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടാകുമെന്ന് സൗമ്യയുടെ അമ്മ സുമതി. അതീവ സുരക്ഷാ ജയിലിൽ നിന്നും ഒരാളുടെ സഹായമില്ലാതെ ഗോവിന്ദചാമി ജയിൽ ചാടി എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും സുമതി. കൊടുംകുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഗുരുതര വീഴ്ചയുടെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും ജയിൽ വകുപ്പിനുമെന്നും MT രമേശ്. ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ നിന്നും പുഴയ്ക്കൽ വഴി പോകുന്ന സ്വകാര്യ ബസ്സുകൾ ഓഗസ്റ്റ് 5 മുതൽ സർവീസ് നിർത്തിവെക്കും. പൂങ്കുന്നം മുതൽ മുതുവറ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് സർവീസ് നിർത്തിവെക്കുന്നത്. പന്നിത്തടത്ത് പെട്രോൾ പമ്പിൽ ബൈക്കിലെത്തിയ യുവാവ് കാർ യാത്രികനെ കത്രിക ഉപയോഗിച്ച് ആക്രമിച്ചു. കാറുകാരൻ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിപ്പിച്ചുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം നടത്തിയ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ കോർപ്പറേഷനിലെ കരട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണം. കോടതിയെ സമീപിക്കാനൊരുങ്ങി കോൺഗ്രസ്. വാർത്തകളിലേക്ക് വിശദമായി. കണ്ണൂർ ജയിലിൽ നിന്ന് ചാടിയ സൗമ്യ വധക്കേസിലെ കുറ്റവാളി ഗോവിന്ദചാമി പിടിയിൽ. കണ്ണൂർ തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലാണ് ഗോവിന്ദചാമിയിലേക്ക് എത്തിച്ചത്. ഒരു കൈയില്ലാത്തയാൾ റോഡിന്റെ വലതുവശം ചേർന്ന് സാവധാനം നടന്നുപോകുന്നത് നാട്ടുകാരിൽ ഒരാൾ കണ്ടിരുന്നു. അദ്ദേഹത്തിനുണ്ടായ സംശയമാണ് ഗോവിന്ദചാമിയെ പിടികൂടാൻ സഹായകമായത്. നാട്ടുകാരൻ സഹായത്തിനായി സുഹൃത്തായ ഓട്ടോ ഡ്രൈവറെ കൂടെ കൂട്ടുകയായിരുന്നു. തലയിൽ ഒരു ഭാണ്ഡക്കെട്ട് പോലെ തോന്നിക്കും വിധം ഇടങ്കൈ തലയിൽ ചുറ്റി വെട്ടിച്ചായിരുന്നു നടത്തം. സംശയം തോന്നിയ നാട്ടുകാരൻ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസും നാട്ടുകാരും വീട് വളഞ്ഞ് വീട്ടുവളപ്പിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടി പിടിയിലായ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയെ ശനിയാഴ്ച വിയൂരിലേക്ക് മാറ്റും. വിയൂരിലെ അതിസുരക്ഷാ ജയിലിലേക്കാണ് മാറ്റുക. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രതിയുമായി പോലീസ് വിശദമായ തെളിവെടുപ്പ് നടത്തി. 2 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമായിരുന്നു തെളിവെടുപ്പ്. അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്നും എങ്ങനെയാണ് ചാടിയതെന്ന് ഗോവിന്ദചാമി തെളിവെടുപ്പിൽ വിശദീകരിച്ചു. 1.5 മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണ് പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങാനും ഇറങ്ങിയാൽ തിരിച്ചറിയാതിരിക്കാനും ആസൂത്രണം നടത്തിയിരുന്നു. ഗുരുവായൂരിലെത്തി മോഷണം നടത്തി തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാനായിരുന്നു പദ്ധതിയെന്നും കൊടുംകുറ്റവാളി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. അതിനിടെ ജയിലിലെ ഗുരുതര സുരക്ഷാ വീഴ്ചയിൽ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് സൂപ്രണ്ട് റിജോ, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ രജീഷ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരായ സഞ്ജയ്, അഖിൽ എന്നിവർക്കെതിരെയാണ് നടപടി. സംഭവത്തെക്കുറിച്ച് കണ്ണൂർ റേഞ്ച് DIG വിശദമായി അന്വേഷിക്കുമെന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ അറിയിച്ചു. ജയിലിനുള്ളിൽ വെച്ച് ഗോവിന്ദചാമി ആരെയൊക്കെ ബന്ധപ്പെട്ടു, ജയിൽ ചാടാൻ സഹായം ലഭിച്ചോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ പരിധിയിലുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. ഗോവിന്ദചാമി ജയിൽ ചാടിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിന് ശേഷം. മാസങ്ങളായി ഗോവിന്ദചാമി ജയിലിൽ ചോറ് കഴിച്ചിരുന്നില്ല. ജയിൽ ചാടാൻ മാതൃകയാക്കിയത് റിപ്പർ ജയാനന്ദന്. ശരീരഭാരം കുറയ്ക്കുന്നതിനായി ഡോക്ടറുടെ അടുത്തുനിന്നും എഴുതി വാങ്ങി ചപ്പാത്തി മാത്രം കഴിച്ചു പോരുകയായിരുന്നു. സെല്ലിലെ 2 കമ്പികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു കടന്നത്. താഴത്തെ കമ്പികളാണ് മുറിച്ചത്. ജയിലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ നിന്നും ഹാക്സോ ബ്ലേഡ് സംഘടിപ്പിക്കുകയായിരുന്നു. ദിവസങ്ങളായി കുറച്ചായി കമ്പികൾ മുറിക്കാനുള്ള ശ്രമം നടത്തി. ഉപ്പുവെച്ച് കമ്പികൾ തുരുമ്പടിപ്പിച്ചതായും സംശയമുണ്ട്. പുലർച്ചെ 1:15 അതീവ സുരക്ഷാ ജയിലിലെ 10ാം ബ്ലോക്കിൽ നിന്ന് സെല്ലിലെ കമ്പി അറുത്തുമാറ്റി ഗോവിന്ദചാമി ചാടിയത്. സെല്ലിലെ ചുവരിനോട് ചേർന്നായിരുന്നു ഗോവിന്ദചാമി കിടന്നുറങ്ങിയത്. കനത്ത മഴയായതിനാൽ പുതച്ചുമൂടിയാണ് കിടന്നത്. കൊതുകുവലയുമുണ്ടായിരുന്നു. ഗോവിന്ദചാമി കിടന്ന 10ാം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമില്ല. 1:10 ഒരു വാർഡൻ വന്ന് ടോർച്ചടിച്ചു നോക്കിയപ്പോൾ പുതച്ചുമൂടിയ നിലയിൽ രൂപമുണ്ടായിരുന്നു. 2 വലിയ ഡ്രമ്മുകൾ വെച്ച് ഫെൻസിംഗ് കമ്പിയിൽ തുണികൾ കൂട്ടിക്കെട്ടിയാണ് കയറിയത്. ശേഷം ഇതേ തുണി താഴേക്കിട്ട് പിടിച്ച് ഇറങ്ങുകയായിരുന്നു. ഉണക്കാനിട്ടിരുന്ന തുണികളും ഗോവിന്ദചാമി എടുത്തിരുന്നു. ജയിലിലെ വെള്ളവസ്ത്രം മാറ്റിയാണ് പുറത്തേക്കിറങ്ങിയത്. ഗോവിന്ദചാമിക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചെന്നാണ് വിവരം. പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദചാമിയെ കാണാനില്ലെന്ന് മനസ്സിലാകുന്നത്. TCV ന്യൂസ്, തൃശൂർ. ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ ജയിലിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടാകുമെന്ന് സൗമ്യയുടെ അമ്മ സുമതി. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ഗോവിന്ദചാമിക്ക് സഹായി ജയിലിൽ തന്നെയുണ്ടെന്ന് സൗമ്യയുടെ അമ്മ പറഞ്ഞു. കണ്ണൂർ പോലെയുള്ള അതീവ സുരക്ഷാ ജയിലിൽ നിന്നും എങ്ങനെ ഒരാളുടെ സഹായമില്ലാതെ ഗോവിന്ദചാമി ജയിൽ ചാടി എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നതല്ല.
15 വർഷം ജയിലിൽ കിടന്ന ആൾക്ക് ഉറപ്പായും പോലീസുകാർ തന്നെ സഹായം നൽകിയിട്ടുണ്ടാകും. ആ സഹായിയെ കൂടി കണ്ടെത്തി ശക്തമായ നടപടിയെടുക്കണമെന്നും സൗമ്യയുടെ അമ്മ പറഞ്ഞു. ഇത്രയും വലിയ കണ്ണൂർ ജയിൽ പറഞ്ഞ വലിയ ഒരു ജയിലാണ്. ആ ജയിൽ ഇവനെ എങ്ങനെ എടുത്ത് ചാടി? ഇവനൊരു സപ്പോർട്ട് ഒരാളില്ലാതെ ഇവൻ അത് ചെയ്യില്ല. 15 കൊല്ലായി. അപ്പൊ അത് ഇതിൻ്റെ ഉള്ളിൽ ആരോ അവന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇവൻ ഈ ജയിൽ ചാടിയത്. അല്ലാതെ ഈ ഇത്രയും വലിയൊരു മതില് ഈ ഒരു ഒറ്റക്കൈക്കാരനല്ലേ, എന്ത് വന്നാലും അവൻ ഒറ്റക്കൈക്കാരനല്ലേ. അവൻ ഇത്രയും വലിയൊരു മതിലെടുത്ത് ചാടണം, ഇത്തിരി പണിയുണ്ട് അവൻ. അപ്പൊ അവനൊരാൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊടും കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സ്കൂൾ പ്രവർത്തന സമയമാറ്റ വിഷയത്തിൽ മതസംഘടനയെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചത് പ്രീണന നയമെന്നും MT രമേശ്. തൃശൂർ BJP ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു MT രമേശ്. കേരളത്തിലെ ഓരോ ജയിലുകളും കേന്ദ്രീകരിച്ചുള്ള മാഫിയ സംഘങ്ങളാണ് ജയിൽ ഭരിക്കുന്നത്. CPM സ്പോൺസർ ചെയ്യുന്ന ഒരു പറ്റം മാഫിയ സംഘമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ നിയന്ത്രിക്കുന്നത്. ജയിൽ ഉപദേശക സമിതിയിൽ CPMന്റെ പ്രമുഖരായ നേതാക്കളാണ്. അവരുടെ സഹായത്തോടെയാണ് ജയിൽ ഒരു നിഗൂഢ കേന്ദ്രം പോലെ പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ജയിലുകളിൽ നടക്കുന്ന മാഫിയ പ്രവർത്തനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് MT രമേശ് ആവശ്യപ്പെട്ടു. ഒരു കൈ ഇല്ലാത്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെയുള്ള അതീവ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്ന് പുറത്തു ചാടി രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അതിന്റെ പുറത്തൊരു ഗൂഢാലോചനയുണ്ട്. ജയിലിനകത്തും ജയിലിന് വെളിയിലും ആ കുറ്റവാളിയെ സഹായിക്കാൻ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ആ കാര്യങ്ങളതിന് പുറത്തു വരേണ്ടത്. അതുകൊണ്ട് ഇത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ കുറ്റകരമായിട്ടുള്ള വീഴ്ചയാണ്. ജയിൽ വകുപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി നേരിട്ട് നോക്കുന്ന വകുപ്പാണ്. ഈ വീഴ്ചക്ക് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞേ മതിയാകും. കേരളത്തിലെ ജയിലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഈ മാഫിയ പ്രവർത്തനത്തെ കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കേരളത്തിലെ വിദ്യാലയങ്ങളിലെ പ്രവർത്തന സമയമാറ്റ വിഷയത്തിൽ മുസ്ലിം മതമൗലികവാദ സംഘടനയുമായി സംസ്ഥാന സർക്കാർ ചർച്ച ചെയ്യുന്നത് തെറ്റായ നടപടിയാണ്. ഇത് പിണറായി സർക്കാരിന്റെ പ്രീണന നയമാണ്. മറ്റു മതങ്ങളിലെ സംഘടനകളും ഇതുപോലെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമോ എന്നും MT രമേശ് ചോദിച്ചു. കേരളത്തിലെ ഒരു മതേതരത്വ ഗവൺമെന്റ് ആണ് എന്നാണല്ലോ പറയുന്നത്. ആ മതേതരത്വ ഗവൺമെന്റ് സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ച് എന്തിനാണ് ഒരു മതസംഘടനയുമായി ചർച്ച ചെയ്യുന്നത്? വിദ്യാലയങ്ങളിലെ സമയമാറ്റമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ട് ചർച്ച നടത്തിയാൽ മനസ്സിലാക്കാം. ഇതൊരു മതസംഘടന 100% മതപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ എന്തിനാണ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചത്? ഇനി എല്ലാ കാര്യവും തീരുമാനിക്കുന്ന സമസ്തയോട് ചോദിച്ചിട്ടാണോ? അതുകൊണ്ട് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത് അങ്ങേയറ്റത്തെ തെറ്റായിട്ടുള്ള സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. മതേതര ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് മതസാമുദായിക സംഘടനകളുടെ ഭീഷണിക്കും ബലവേശനും മുന്നിൽ മുട്ടുമടക്കാൻ പിണറായി വിജയന്റെ സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇത് അങ്ങേയറ്റത്തെ നഗ്നമായിട്ടുള്ള പ്രീണന രാഷ്ട്രീയമാണ്. മതേതര സങ്കല്പത്തിന് വിരുദ്ധമാണ്. വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരുന്ന കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങളെ പുറകോട്ടടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളുണ്ട്. ഇതിനെ സാങ്കേതിക പിഴവെന്ന് പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത്. ക്രമക്കേടുകൾ പരിഹരിക്കാനും അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നും MT രമേശ് ആവശ്യപ്പെട്ടു. TCV തൃശൂർ. കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമി ജയിൽ ചാടി എന്നത് സമൂഹത്തിന് ഞെട്ടലുണ്ടാക്കുന്നത് ആണെന്ന് KPCC ജനറൽ സെക്രട്ടറി ജോൺ ഡാനിയൽ പറഞ്ഞു. ഗോവിന്ദചാമിയെപ്പോലെ ക്രൂരനായ വൈരാഗ്യം കാത്തുസൂക്ഷിക്കുന്ന ഒരു ക്രിമിനലിനെ വേണ്ടവിധം നിരീക്ഷിക്കുന്നതിൽ ജയിൽ വകുപ്പിനുണ്ടായ പരാജയമാണെന്നും ഗോവിന്ദചാമിക്ക് ജയിലിനകത്തുനിന്നും പുറത്തുനിന്നും സഹായം ലഭിച്ചിട്ടുണ്ടെന്നും ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു. ഗോവിന്ദചാമി ചെയ്ത സൗമ്യയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു എന്ന് പറയുന്നത് അന്ന് സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ്. ആ പ്രതി ജയിൽ ചാടി എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കിടയിൽ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആശങ്ക പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അപ്പോൾ അദ്ദേഹം അയാൾ ജയിൽ ചാടാനുണ്ടായ സാഹചര്യം ഇവിടെ പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഇയാളെപ്പോലെ ക്രൂരനായ വൈരാഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു ക്രൂരനായ ഒരു ക്രിമിനലിനെ വേണ്ട വിധത്തിൽ നിരീക്ഷിക്കുന്നതിൽ ജയിൽ വകുപ്പിനുണ്ടായ ഒരു പരാജയം ഇവിടെ കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ്. ഇലക്ട്രിക് വേലിക്കമ്പികളിൽ കറണ്ടിൻ്റെ പ്രവാഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ലോക്കപ്പ് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി ഉള്ള ഉപകരണം ലഭിച്ചിട്ടുണ്ട്. ഉയരമുള്ള മതിൽ ചാടാനായിട്ടുള്ള തുണി കെട്ടി, ഇതൊക്കെ അദ്ദേഹത്തിനുള്ള സൗകര്യങ്ങൾ ലഭിച്ചു. പുറത്തു നിന്നുള്ള സഹായം ഉണ്ടായെന്ന് പറയുമ്പോൾ
ഇത് കൃത്യമായ പാളിച്ചയാണ്. അപ്പോൾ ഇത് പിന്നെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പിന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ്, ഇപ്പോൾ പോലീസിൻ്റെ ജയിൽ വകുപ്പിൻ്റെ പരാജയമാണ്. ഇതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ദാ ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടിസയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ നിന്നും പുഴയ്ക്കൽ വഴി പോകുന്ന എല്ലാ സ്വകാര്യ ബസ്സുകളും ഓഗസ്റ്റ് 5 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുന്നു. പൂങ്കുന്നം മുതൽ മുതൂറ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് സമരമെന്ന് ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ഈ പാത കുണ്ടും കുഴിയും നിറഞ്ഞ സഞ്ചാരയോഗ്യമല്ലാതായെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചു. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് നിവേദനം നൽകിയതായും കമ്മിറ്റി അറിയിച്ചു. പന്നിത്തടത്ത് പെട്രോൾ പമ്പിൽ ബൈക്കിലെത്തിയ യുവാവ് കാർ യാത്രികനെ കത്രിക ഉപയോഗിച്ച് ആക്രമിച്ചു. കാറുകാരൻ ശരീരത്തിലേക്ക് ചെളിവെള്ളം തെറിപ്പിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. കാർ യാത്രികന് നെഞ്ചിൽ നേരിയ മുറിവേറ്റു. ആക്രമണം നടത്തിയ അഞ്ഞൂർ സ്വദേശി സ്രാമ്പിക്കൽ വീട്ടിൽ സുരേഷിനെ എരുമപ്പെട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാർ ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സ തേടി. കാറിനുള്ളിലിട്ടാണ് ഡ്രൈവറെ ആക്രമിച്ചത്. പമ്പിലുണ്ടായിരുന്നവരാണ് അക്രമിയെ പിടിച്ചുമാറ്റിയത്. തൃശൂർ കോർപ്പറേഷനിലെ ഡീലിമിറ്റേഷൻ കഴിഞ്ഞ ഡിവിഷനുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വ്യാപക ക്രമക്കേടെന്ന ആരോപണം. വിഷയത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഡിലിമിറ്റേഷൻ കഴിഞ്ഞ ഡിവിഷനുകളിലെ പട്ടിക വന്നപ്പോൾ മറ്റ് ഡിവിഷനിലെ വോട്ടർമാർ പട്ടികയിൽ ഇടം പിടിച്ചുവെന്ന് KPCC സെക്രട്ടറിയും കൌൺസിലറുമായ ജോൺ ഡാനിയൽ ആരോപിച്ചു. പാട്ടൂരാക്കൽ, കുരിയച്ചിറ, സിവിൽ സ്റ്റേഷൻ, ചെമ്പുകാവ്, മിഷൻ ക്വാർട്ടേഴ്സ് തുടങ്ങിയ ഡിവിഷനുകളിലെ വോട്ടർമാർ മറ്റ് ഡിവിഷനുകളിലേക്ക് മാറി. വോട്ടർമാരുടെ എണ്ണത്തിലും കുറവുണ്ടായി. ചില ഡിവിഷനുകളിൽ 5000 മുതൽ 6000 വോട്ടുകൾ വന്നപ്പോൾ ചിലയിടത്ത് അത് 2000-ൽ താഴെ മാത്രമാണ്. വോട്ടുകൾ ക്രമീകരിച്ചതിൽ വൻ ചോർച്ചയാണ് കാണുന്നത്. കോർപ്പറേഷനിലെ CPM നേതൃത്വം ഡിവിഷനുകളിൽ നടത്തിയ ക്രമക്കേടാണ് തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുന്നതെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. അശാസ്ത്രീയമായ ഡിലിമിറ്റേഷൻ മൂലം പല ഡിവിഷനുകളിലും വോട്ടുകളുടെ കുറവ് വന്നപ്പോൾ തൊട്ടടുത്ത ഡിവിഷനുകളിലേക്ക് മാറ്റിയതായാണ് കാണാൻ കഴിയുന്നത്. കൊഴിഞ്ഞുപോയ വോട്ടുകൾ അതാത് ഡിവിഷനുകളിലേക്ക് ചേർക്കണമെന്നാവശ്യപ്പെട്ട് ജോൺ ഡാനിയൽ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് രേഖകൾ സഹിതം പരാതി നൽകി. പരിഹാരമുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം തുടങ്ങി. ഇതിന് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന തൃശൂർ താലൂക്ക് ഓഫീസിൽ ആരംഭിച്ചു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശോധനയുടെ ഭാഗമായി 13,240 ബാലറ്റ് യൂണിറ്റും 4,880 കൺട്രോൾ യൂണിറ്റും പരിശോധിക്കും. റവന്യൂ, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളിൽ നിന്നായി 66 ഉദ്യോഗസ്ഥരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ജപ്തി ഭീഷണിയിലായ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കെട്ടിക്കിടന്ന വെള്ളത്തിൽ കാൽ തെന്നി വീണ് CC മുകുന്ദൻ MLAക്ക് പരിക്ക്. കഴുക്കോലും പട്ടികയും ദ്രവിച്ച് ചോർന്നൊലിക്കുന്ന വീട്. മഴ പെയ്താൽ തട്ടിടാത്ത വീടിന്റെ ഓടുകൾക്കിടയിലൂടെ വെള്ളം കിടപ്പുമുറിയിലെത്തും. മഴ കനത്താൽ പേടിച്ചു കഴിയണം. ഇതാണ് നാട്ടിക MLA CC മുകുന്ദന്റെ വീട്. കാലപ്പഴക്കമുള്ള ഈ ഓടുവീട് ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. 5.5 സെന്റ് സ്ഥലത്താണ് MLAയുടെ വീട്. മകളുടെ വിവാഹത്തിനായി കാരമുക്ക് സഹകരണ ബാങ്കിൽ നിന്നും 10 വർഷം മുൻപ് 6 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഒരു തവണ വായ്പ പുതുക്കി. ഇപ്പോഴത്തെ കുടിശ്ശിക 18.75 ലക്ഷമാണ്. ജപ്തിക്കായി ബാങ്ക് നോട്ടീസ് അയച്ചു. MLA ആയതിനാൽ ഇറക്കിവിട്ട് അപമാനിച്ചില്ല. അന്തിക്കാട് ചെത്തുതൊഴിലാളി സഹകരണ സംഘത്തിലെ അറ്റൻഡറായിരുന്നു മുകുന്ദൻ. ഈ ഇനത്തിൽ തുച്ഛമായ പെൻഷൻ ലഭിക്കുന്നുണ്ട്.
MLA ആയപ്പോൾ കാർ വാങ്ങാനായി സർക്കാർ അനുവദിച്ച 10 ലക്ഷത്തിന്റെ തിരിച്ചടവിന് മാസം 28,000 രൂപ വേണം. കൂടാതെ 3 ലക്ഷത്തിന്റെ ബാങ്ക് വായ്പയുമുണ്ട്. 2 തവണ പഞ്ചായത്ത് അംഗമായിരുന്ന ഭാര്യയ്ക്ക് വരുമാനമില്ല. 2 പെൺമക്കൾ താൽക്കാലിക ജീവനക്കാരാണ്. ഇതിനിടയിലാണ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സംസ്കാര കർമ്മങ്ങളിൽ പങ്കെടുത്ത ശേഷം വീട്ടിലെത്തിയ മുകുന്ദൻ വീട്ടിനുള്ളിൽ കെട്ടിക്കിടന്ന മഴവെള്ളത്തിൽ ചവിട്ടി തെന്നി വീണത്. വലതുകാലിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. രാഷ്ട്രീയ കക്ഷിഭേദമന്യേ മുകുന്ദന്റെ ആരോഗ്യവിവരം തിരക്കാൻ ആളുകൾ എത്തുന്നുണ്ട്. MLA എന്നേക്കാൾ ഉപരി നമ്മുടെ ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കാണാൻ വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശോചനീയമായ വീടിന്റെ അവസ്ഥയൊക്കെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളത്തിൽ ചവിട്ടി കാല് വഴുതി വീണു. കാല് ഫ്രാക്ചറാണ്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതേസമയം ആരും തന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയില്ലെന്നും തന്റെ 5.5 സെന്റ് സ്ഥലം വിറ്റ ശേഷം 2 സെന്റ് സ്ഥലം മറ്റെവിടെയെങ്കിലും വാങ്ങി അവിടെ ഒരു മാടം വെച്ച് കെട്ടി താമസിക്കുമെന്നാണ് മുകുന്ദൻ MLA പ്രതികരിച്ചത്. വലിയ പ്രതീക്ഷ ഒന്നും എനിക്കില്ല. എല്ലാവരും സഹായിക്കുന്നുണ്ട്, പ്രതീക്ഷ ഒന്നുമില്ല. എൻ്റെ ഈ 5.5 സെന്റ് ഭൂമി വിൽക്കും. വിറ്റ് ചെറിയൊരു 2 സെന്റ് ഭൂമി മേടിച്ച് അവിടെ ഒരു മാടം വെച്ച് സുന്ദരമായിട്ട് ജീവിക്കും. അങ്ങനെ വലിയ പ്രതീക്ഷകളുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ ജീവിതം എന്തായാലും മരിക്കോളം ജീവിക്കണ്ടേ? അതൊരു സാഹചര്യത്തിലാണ് ഇപ്പം എൻ്റെ മനസ്സ് തുറന്ന് മുന്നോട്ട് പോകുന്നത്. TCV ന്യൂസ്, തൃപ്രയാർ. വീട്ടിൽ തെന്നി വീണ് കാലിന് പരിക്കേറ്റ് വിശ്രമിക്കുന്ന CC മുകുന്ദൻ MLAയുടെ ചികിത്സാ വിവരങ്ങൾ അന്വേഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എങ്ങനെയാണ് അപകടമെന്നും എന്താണ് പറ്റിയതെന്നും ആരാണ് ചികിത്സിക്കുന്നതെന്നും മുഖ്യമന്ത്രി ഫോൺ വിളിച്ച് വിശദമായി അന്വേഷിച്ചു. കൂടുതൽ ചികിത്സ ആവശ്യമെങ്കിൽ സൗകര്യമൊരുക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വീടിനകത്ത് കാൽവഴുതി വീണതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന CC മുകുന്ദൻ MLAയെ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ വസതിയിലെത്തി സന്ദർശിച്ചു. CPI മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി AK അനിൽകുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. MLAയുടെ ആരോഗ്യ വിവരങ്ങൾ ആരാഞ്ഞ അദ്ദേഹം തുടർ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങൾക്ക് മണ്ഡലം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. വിവിധ മതസംഘടനകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഭൂരിഭാഗം സംഘടനകളും സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തതായി മന്ത്രി പറഞ്ഞു. രാവിലെ 10-ന് ആരംഭിക്കേണ്ട ക്ലാസുകൾ 9:45-ന് ആരംഭിക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തിയതെന്ന് മന്ത്രി വ്യക്തമാക്കി. കുന്നംകുളം ചൂണ്ടലിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വിനായക ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിൽ ഇടിച്ച് തകർത്തതിനു ശേഷം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ മാള മേഖലയിൽ വ്യാപക നാശനഷ്ടം. നിരവധി പേരുടെ കാർഷിക വിളകൾ നശിച്ചു. വൈദ്യുതി ബന്ധവും തകരാറിലായി. കൊടവത്തുകുന്ന്, കോട്ടമുറി, കാവനാട്, മാള എന്നിവിടങ്ങളിലാണ് കാറ്റ് വീശിയടിച്ചത്. കൊടവത്തുകുന്നിൽ മരം വീണ് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷ തകർന്നു. ഇരിങ്ങാലക്കുട സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് മരം വീണത്. ഓട്ടോറിക്ഷയിൽ 4 പേരുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. കാവനാട് അടൂപ്പറമ്പിൽ വേണുവിന്റെ വീടിന് മുകളിലേക്ക് തെങ്ങും തേക്കുമരവും വീണു. വീട് ഭാഗികമായി തകർന്നു. ആർക്കും പരിക്കില്ല. കൊടവത്തുകുന്നിൽ കളപ്പറമ്പത്ത് ടൈറ്റസിന്റെ 14 വലിയ ജാതിമരങ്ങൾ കടപുഴകി വീണു. കോവാട്ടുപറമ്പിൽ ബേബി, വെള്ളാനി വർഗീസ് എന്നിവരുടെ ജാതിമരങ്ങളും വീണു. പള്ളിസ്ഥലത്തെ റബ്ബർ മരങ്ങളും തേക്ക് മരങ്ങളും കടപുഴകി. കാവനാട് മേഖലയിൽ 25ഓളം ജാതിമരങ്ങൾ കടപുഴകി വീണു. കൊടവത്തുകുന്നിൽ ചാലക്കൽ ഓമനയുടെ വീടിനോട് ചേർന്ന വലിയ പുളിമരം വീണു. മാള മണ്ഡകത്ത് ജോയുടെ 10ഓളം വലിയ ജാതിമരങ്ങൾ വീണു. മാള KCB സെക്ഷന്റെ പരിധിയിൽ 12 വൈദ്യുതി തൂണുകളാണ് മരങ്ങൾ വീണതിനെ തുടർന്ന് തകർന്നത്. പൂപ്പത്തി ഏരിമൽ ക്ഷേത്രത്തിലെ വലിയ ആൽമരം കടപുഴകി റോഡിലേക്ക് വീണ ഗതാഗതം തടസ്സപ്പെട്ടു. 1.5 മണിക്കൂറിന് ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ ആൽമരം മുറിച്ചു നീക്കി. ആൽമരം വീണ് 4 വൈദ്യുതി തൂണുകൾ തകർന്നു. ക്ഷേത്രത്തിന്റെ മതിലും തകർന്നിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് 2 മണിക്കൂർ പൂപ്പത്തി വലിയ പറമ്പ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. TCV ന്യൂസ്, മാള. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. പുരിങ്ങൽകുത്ത് ഡാമിലെ സ്ലൂയിസ് വാൽവ് തുറന്നതോടെ ചാലക്കുടി പുഴ വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണിയിലായി. അധിക ജലം നിയന്ത്രിക്കുന്നതിനാണ് എമർജൻസി ഷട്ടർ തുറന്നത്. അതേസമയം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കേരള ഷോളയാർ ഡാം ശനിയാഴ്ച തുറക്കാനിടയുണ്ട്. ഇതോടെ പുരിങ്ങൽകുത്തിൽ നിന്ന് ഇനിയും കൂടുതൽ വെള്ളം പുഴയിലേക്ക് വിടേണ്ടി വരും. പറമ്പിക്കുളം ജലസേചന സംഭരണിയിൽ നിന്നും നേരിയ തോതിൽ വെള്ളം പുരിങ്ങൽകുത്തിലേക്ക് വിട്ടു തുടങ്ങി. വരും ദിവസങ്ങളിൽ മഴ കനത്താൽ ഡാമുകളിൽ നിന്ന് കൂടുതൽ വെള്ളമെത്തും. ചാലക്കുടി പുഴയിലെ വെള്ളിയാഴ്ചയിലെ ജലനിരപ്പ് 3.5 മീറ്ററാണ്. കഴിഞ്ഞ ജൂൺ 26-നായിരുന്നു പുഴയിലെ ഇത്തവണത്തെ ഏറ്റവും കൂടിയ ജലനിരപ്പ് രേഖപ്പെടുത്തിയത്, 7.34 മീറ്റർ. കനത്ത മഴയെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ തണൽമരം കടപുഴകി വീണു. JTS റോഡിലായിരുന്നു സംഭവം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നു. റോഡുകളിൽ രൂപപ്പെടുന്ന കുഴികൾ നിരന്തരം അറ്റകുറ്റപ്പണികൾ നടത്തി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ചേർപ്പ് പുള്ള് മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന നടപടികൾ ഏകോപിപ്പിക്കുന്നതിന് സബ് കളക്ടറെ ചുമതലപ്പെടുത്തി. ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ കെട്ടിടങ്ങളിൽ അധ്യയനം നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന മനക്കൊടി പുള്ളു റോഡ് കഴിഞ്ഞ 2 മാസമായി വെള്ളം കയറി അടഞ്ഞുകിടക്കുന്നതിനാൽ പ്രദേശത്തെ ടൂറിസം മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. 30ഓളം കുടുംബങ്ങളുടെ ഉപജീവന മാർഗം പ്രതിസന്ധിയിലായി. ജില്ലയിൽ ഇത്തരത്തിൽ വെള്ളം കയറി യാത്ര മുടങ്ങിക്കിടക്കുന്ന ഏക പൊതുമരാമത്ത് വകുപ്പ് റോഡാണ് ഇത്. വിനോദസഞ്ചാരികളുടെ വരവ് നിലച്ചതോടെ അരുമ്പൂർ ചാടൂർ പഞ്ചായത്തിലെ കുട്ടവഞ്ചി സവാരി, പെഡൽ ബോട്ടിംഗ്, കയാക്കിംഗ് തുടങ്ങിയ വിനോദ ഉപാധികളും തട്ടുകടകളുടെ പ്രവർത്തനവും പൂർണ്ണമായും സ്തംഭിച്ചു. 30ഓളം കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. ഈ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ് ഓട്ടം നിർത്തുകയും ചെയ്തു. കരുവാലി, കുളവാഴ, ചണ്ടി എന്നിവ മനക്കൊടി പുള്ള് ഇറിഗേഷൻ കനാലിലും പെരുമ്പുഴ കനാലിലും അടിഞ്ഞ് ഒഴുക്ക് നിലച്ചതാണ് വെള്ളക്കെട്ടിന് കാരണം. കൂടാതെ കരുവന്നൂർ പുഴയിലെ മുനയംകെട്ട് പൂർണ്ണമായും പൊളിച്ചു നീക്കാത്തതും വെള്ളക്കെട്ടിന് കാരണമാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും തുടർച്ചയായി ഏതാനും ദിവസം മഴ പെയ്യുന്നതോടെ KLDC കനാലിൽ വെള്ളം നിറഞ്ഞ് PWD റോഡ് കവിഞ്ഞ് സമീപത്തെ വാരിയങ്കോൾ പടവിലെ കൃഷി നശിക്കുന്നതും ഇവിടെ പതിവാണ്. മനക്കൊടി അയ്യപ്പക്ഷേത്രം മുതൽ പുള്ള് പാലം വരെയുള്ള 1.25 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡ് 1 മീറ്ററോളം ഉയർത്തുകയാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഏക മാർഗമെന്ന് അരുമ്പൂർ പഞ്ചായത്ത് സംയുക്ത പാടശേഖര സമിതി ചെയർമാൻ K. രാഗേഷ് പറഞ്ഞു. ടൂറിസം മേഖലയിലെ സ്തംഭനവും വാഹന ഗതാഗത നിരോധനവും ശ്രദ്ധയിൽപ്പെട്ട മുരളി പെരുന്നെല്ലി MLA സ്ഥലം സന്ദർശിച്ചിരുന്നു. MLAയുടെ ഇടപെടലിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നെത്തിയ KHRI വകുപ്പിലെ ഉദ്യോഗസ്ഥ സംഘം മനക്കൊടി പുള്ളു റോഡിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഇവർ പൊതുമരാമത്ത് വകുപ്പിന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റോഡ് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. അതേസമയം മാസങ്ങളായി PWD റോഡ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സ്ഥിതിക്ക് മന്ത്രിതല ഇടപെടലിലൂടെ പരിഹാരം ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കാണാൻ ഒരുങ്ങുകയാണ് സംയുക്ത കർഷക സമിതി. TCV തൃശൂർ. ഫോറം ഓഫ് യുണൈറ്റഡ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര പെൻഷൻകാർ തൃശൂർ തെക്കേ ഗോപുര നടയിൽ മനുഷ്യച്ചങ്ങല തീർത്തു. കേന്ദ്ര പെൻഷൻകാരെ വിരമിക്കുന്ന തീയതിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന സെൻട്രൽ സിവിൽ സർവീസ് ഭേദഗതി പിൻവലിക്കുക, 8ാം ശമ്പള കമ്മീഷനെ ഉടൻ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TN വെങ്കടേശ്വരൻ മനുഷ്യച്ചങ്ങല ഉദ്ഘാടനം ചെയ്തു. PR രാമൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ A. സിയാവുദ്ദീൻ, AP സരസ്വതി, CA മജീദ്, VA മോഹനൻ, N. സുരേഷ്, T. നരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടത്തെ ഔദ്യോഗികതയ്ക്ക് സാഹോദര്യത്തിന്റെ ലാളിത്യം. എടവിലങ്ങ് പഞ്ചായത്തിലെ സെക്രട്ടറിക്കും സീനിയർ ക്ലാർക്കിനുമിടയിലാണ് കുടുംബ ബന്ധത്തിന് ആഴമുള്ളത്. പഞ്ചായത്ത് സെക്രട്ടറി സിന്ധുവും സീനിയർ ക്ലർക്ക് സനീഷും സഹോദരങ്ങളാണ്. ചേച്ചി സിന്ധു ഇക്കഴിഞ്ഞ ദിവസമാണ് എടവിലങ്ങിലേക്ക് സ്ഥലം മാറിയെത്തിയത്. തൊട്ടു പിന്നാലെ സനീഷും എത്തി. പണ്ട് പാരലൽ കോളേജിൽ സിന്ധുവിന്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ചിരുന്ന സനീഷ് ചേച്ചിയുടെ പാത പിന്തുടർന്നാണ് സർക്കാർ സർവീസിലെത്തിയത്. ഇപ്പോൾ ചേച്ചിയുടെ ഉത്തരവുകൾ അനുസരിക്കുന്ന കീഴുദ്യോഗസ്ഥനുമായി. എറിയാട് അബ്ദുള്ള റോഡിൽ കോതാട്ടിൽ സുരേഷിന്റെ ഭാര്യയായ സിന്ധു
2001 സർവീസിൽ കയറിയത്. തളിക്കുളം പഞ്ചായത്തിൽ നിന്നുമാണ് എടവിലങ്ങ പഞ്ചായത്തിലേക്ക് എത്തിയത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരേ ഡിപ്പാർട്ട്മെന്റ് ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനാണ് ആദ്യം പഞ്ചായത്തിലേക്ക് വന്നത്. എനിക്ക് ശേഷം കൂടി വന്നപ്പോൾ അതൊരു സന്തോഷം. കാരണം നമ്മുടേതായ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഇതാണ്. 2012 സർവീസിലെത്തിയ സനീഷ് പടിയൂർ പഞ്ചായത്തിൽ നിന്നാണ് എടവിലങ്ങിലെത്തിയത്. ജോലി ചെയ്യാനായിട്ട് മുന്നിൽ നിന്ന് തന്നെ ശരിക്കും നയിച്ചിരുന്ന ആളായിരുന്നു. നമ്മൾ ഓരോ സ്ഥലത്തും എങ്ങനെ തിരിയണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നമ്മളങ്ങനെ തിരിച്ചു വിട്ടുള്ള ചേച്ചിയുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ ആളിൽ നിന്നാണ് കൂടുതൽ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ സംസാരിച്ചിടുമ്പോൾ തന്നെ അതിനൊരു ആൻസർ കിട്ടും. സഹോദരി സഹോദരന്മാരാണെങ്കിലും അതെല്ലാം വീട്ടിലെന്നാണ് ഇരുവരുടെയും പക്ഷം. പഞ്ചായത്തിൽ 2 പേരും പക്ക പ്രൊഫഷണൽ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ചൂണ്ടലിൽ വീട്ടുകാരുമായി വഴക്കിട്ട് മുറിയിൽ കയറി വാതിലടച്ച വിദ്യാർത്ഥി കുഴഞ്ഞു വീണു. രക്ഷകരായി എത്തിയത് കുന്നംകുളം പോലീസ്. മൊബൈൽ ഫോൺ നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് കുട്ടി മുറിയിൽ കയറി വാതിലടച്ചത്. ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി 12 വയസ്സുകാരനായ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുറിയിൽ കുഴഞ്ഞു വീണ് അബോധാവസ്ഥയിലായത്. വീട്ടുകാർ നിരവധി തവണ വാതിലിൽ മുട്ടി വിളിച്ചിട്ടും തുറക്കാത്തതിനെ തുടർന്ന് കുട്ടിയുടെ മാതാവ് പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് വിവരം പറയുകയായിരുന്നു. തുടർന്ന് ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിന്നും കുന്നംകുളം സ്റ്റേഷനിലേക്ക് വിവരം കൈമാറി. നിമിഷങ്ങൾക്കകം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കുന്നംകുളം സബ് ഇൻസ്പെക്ടർ KN ഹരിഹര സോനു, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോഷി, സിവിൽ പോലീസ് ഓഫീസർ അൻഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം കുട്ടിയുടെ വീട്ടിലേക്കെത്തി. പോലീസ് വിളിച്ചു നോക്കിയിട്ടും കുട്ടി വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പോലീസുകാർ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. തുടർന്ന് പോലീസ് ജീപ്പിൽ തന്നെ കുട്ടിയെ കുന്നംകുളം കാണിപ്പയ്യൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കുട്ടി അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. TCV ന്യൂസ്, കുന്നംകുളം. തിരുവമ്പാടി ദേവസ്വത്തിന്റെയും ഭാഗവതയോഗം ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രൊഫസർ V. വൈദ്യലിംഗ ശർമ്മ അനുസ്മരണ ഭാഗവത വിചാര സത്രത്തിന് തൃശൂർ കൗസ്തുഭം ഹാളിൽ തുടക്കമായി. കൊളത്തൂർ അദ്വൈതാശ്രമം സ്വാമി ചിദാനന്ദപുരി മഹാരാജ് ഉദ്ഘാടനം ചെയ്തു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം സ്വാമി സദ്ഭവാനന്ദ മഹാരാജ് അധ്യക്ഷത വഹിച്ചു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ, ഭാഗവതയോഗം മാനേജിംഗ് ട്രസ്റ്റി മിഥുനപ്പള്ളി വാസുദേവൻ നമ്പൂതിരി, ജനറൽ കൺവീനർ CA ഹരിശങ്കർ S തുടങ്ങിയവർ സംസാരിച്ചു. ഈ 3 ഗുരുക്കന്മാരെ പൂജിച്ച് ഈ 3 ഗുരുക്കന്മാരിലൂടെ എന്തെങ്കിലും നേടിയിട്ട് നമ്മുടെ സംസ്കൃതിയിൽ റോഡരികിൽ വൻതോതിൽ മാലിന്യം തള്ളിയ തട്ടുകടകൾ അധികൃതർ അടപ്പിച്ചു. ആമ്പല്ലൂരിൽ ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന ചേട്ടന്റെ കട, അപ്പു തട്ടുകട, കുളു തട്ടുകട എന്നിവയാണ് അളഗപ്പനഗർ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് അടപ്പിച്ചത്. തട്ടുകടകളിൽ നിന്ന് 25,000 രൂപ വീതം പിഴ ഈടാക്കി. കടകളിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം സൂക്ഷിക്കുന്നതായും തട്ടുകടയുടെ പിറകിലെ പറമ്പിലും മാലിന്യം കുന്നുകൂട്ടിയിട്ടിരിക്കുന്നതുമായും അധികൃതർ കണ്ടെത്തി. മേഖലയിൽ പലയിടങ്ങളിലെ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുകളും ഹോട്ടലുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നുവെന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി, പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ MR രഘു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MP ഹരീഷ്, നസ്രീം നവാസ്, സുനേന എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഇനി നോക്കാം വാണിജ്യം. ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള അറഫ ഫുഡ് ഫാക്ടറിയുടെ പുതിയ സംരംഭമായ അറഫ ഫുഡ് ട്രാക്ക് പറവട്ടാനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പറവട്ടാനി സെന്ററിൽ ഇന്ത്യൻ ബാങ്കിന് സമീപം പ്രവർത്തനമാരംഭിച്ച ന്യൂ അറഫ ഫുഡ് ട്രാക്കിന്റെ ഉദ്ഘാടനം അറഫ ഫുഡ് ട്രാക്ക് സാരഥിയുടെ മകൾ ഫിദ ഫാത്തിമ നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ കാളത്തോട് ഡിവിഷൻ കൗൺസിലറും ഡെപ്യൂട്ടി മേയറുമായ ML റോസി, പറവട്ടാനി ഡിവിഷൻ കൗൺസിലർ ഷീബ ജോയി, കാളത്തോട് മഹല്ല് ചീഫ് ഇമാം അഷറഫ് അഷറഫി, മറ്റു ഉസ്താദുമാർ, മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ, അറഫ ഫുഡ് ട്രാക്ക് ഉടമ കാളത്തോട് സ്വദേശി കണ്ടാങ്കോട്ട് ദിൽഷാദ്, ഭാര്യ റഹ്മത്ത്, മക്കളായ ഇജാസ്, ഫാദിൽ, ബന്ധു അബ്ദുൾ റഷീദ്, ഇന്റീരിയർ വർക്ക് നിർവഹിച്ച അക്ബർ അസീസ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സൗത്ത് ഇന്ത്യൻ, ചൈനീസ് ആൻഡ് അറേബ്യൻ ഡിഷസ്, കോയിൻ പൊറോട്ട, റുമാലി റൊട്ടി, ബട്ടൂര, പൂരി, നെയ്ച്ചോർ, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, പത്തിരി, വെള്ളയപ്പം, നൂലപ്പം, പുട്ട്, പൊറോട്ട, വെജ് ആൻഡ് നോൺ വെജ് കറികൾ തുടങ്ങിയ വിഭവങ്ങളും ന്യൂ അറഫ ഫുഡ് ട്രാക്കിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9497710151.
അസീസിയ ഓർഗാനിക് എക്സ്പോ 2025 പഴുവിൽ അസീസിയ ഫാം കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി. ആരോഗ്യ സംരക്ഷണത്തിന് വിഷരഹിത ഭക്ഷണത്തിന്റെ അനിവാര്യത ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന അസീസിയ ഓർഗാനിക് വേൾഡിന്റെ നേതൃത്വത്തിലാണ് അസീസിയ ഓർഗാനിക് എക്സ്പോ 2025 പഴുവിലിൽ തുടക്കമായിട്ടുള്ളത്. പഴുവിൽ അസീസിയ ഓർഗാനിക് ഫാം കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച എക്സ്പോ മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA ഗീതാഗോപി, അസീസിയ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ അസീസ്, അബ്ബാസ്, ഡോക്ടർ രജനി, ഡോക്ടർ സുവർണ, അരുൺകുമാർ, PJ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന എക്സ്പോയുടെ ഭാഗമായി ജൈവോൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ചെറുധാന്യങ്ങളെപ്പറ്റിയും തേനീച്ച വളർത്തലിനെ പറ്റിയും ജൈന്റ് ഗൗരാമി മത്സ്യകൃഷിയെക്കുറിച്ചും പശുപരിപാലനത്തെക്കുറിച്ചും ചക്ക കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെപ്പറ്റിയും സമഗ്ര ചികിത്സകളെക്കുറിച്ചും വിദഗ്ധർ നയിക്കുന്ന ചർച്ചാ ക്ലാസുകളും വ്യത്യസ്ത അനുഭവമായി മാറും. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ജൈവോൽപ്പന്നങ്ങളുടെ പ്രദർശന ഉദ്ഘാടനവും സെമിനാറും റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 അസീസിയ ഓർഗാനിക് എക്സ്പോ സമാപിക്കും. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ജയിൽ ചാടിയ സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമി പിടിയിലായി. കണ്ണൂർ തലാപ്പിൽ നിന്നാണ് പ്രതി പിടിയിലായത്. പിടിയിലായത് കിണറ്റിൽ നിന്നും. ഗോവിന്ദചാമിയെ ശനിയാഴ്ച വിയ്യൂർ ജയിലിലേക്ക് മാറ്റും. ഗോവിന്ദചാമി ജയിൽ ചാടിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിന് ശേഷം. മാസങ്ങളായി ഗോവിന്ദചാമി ജയിലിൽ ചോറ് കഴിച്ചില്ല. ട്രിപ്പർ ജയാനന്ദന്റെ ജയിൽ ചാട്ടമാണ് മാതൃകയാക്കിയതെന്ന് ഗോവിന്ദചാമിയുടെ മൊഴി. ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ ജയിലിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടാകുമെന്ന് സൗമ്യയുടെ അമ്മ സുമതി. അതീവ സുരക്ഷാ ജയിലിൽ നിന്നും ഒരാളുടെ സഹായമില്ലാതെ ഗോവിന്ദചാമി ജയിൽ ചാടിയെന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും സുമതി. കൊടും കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഗുരുതര വീഴ്ചയുടെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും ജയിൽ വകുപ്പിനുമെന്നും MT രമേശ്. ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ നിന്നും പുഴയ്ക്കൽ വഴി പോകുന്ന സ്വകാര്യ ബസ്സുകൾ ഓഗസ്റ്റ് 5 മുതൽ സർവീസ് നിർത്തിവെക്കും. പൂങ്കുന്നം മുതൽ മുതുവറ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് സർവീസ് നിർത്തിവെക്കുന്നത്. പന്നിത്തടത്ത് പെട്രോൾ പമ്പിൽ ബൈക്കിലെത്തിയ യുവാവ് കാർ യാത്രികനെ കത്രിക കൊണ്ട് ആക്രമിച്ചു. കാറുകാരൻ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിപ്പിച്ചുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം. ആക്രമണം നടത്തിയ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ കോർപ്പറേഷനിലെ കരട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണം. കോടതിയെ സമീപിക്കാനൊരുങ്ങി കോൺഗ്രസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.